ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതുപോലെ ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല. കാരണം പേഴ്സണലായി കുറച്ച് ബിസിയായി. പിന്നെ ഒരു ഓൺലൈൻ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തതോടുകൂടെ ബിസിയായി നന്നായിട്ട്. അപ്പോൾ ഇതുപോലെ യൂട്യൂബിൽ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. വീഡിയോസ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ടൈം ഇല്ലാതായി. കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ടൈമിങ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. വീട്ടിലെ കാര്യങ്ങളും ഇതും എല്ലാം കൂടെ ഒന്നിച്ച് പോകാൻ പറ്റുന്നില്ല. സമയമില്ല, അതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾക്ക് ഭംഗിയാക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ ട്രൈ ചെയ്യും. പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കും. അങ്ങനെ ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോന്ന് ചിന്തിച്ച് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഞാൻ എൻ്റേതായ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആലോചിച്ച് തല പുകഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫുള്ള് ബിസിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ നിർത്തുന്നില്ല, വീഡിയോ ഇതിലൂടെ കൊണ്ടുവരും. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഓൺലൈൻ ബിസിനസ് നിങ്ങളെ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് സക്സസ് ആവണമെന്നൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സക്സസ് ആവും എന്നൊക്കെ വിചാരിച്ച് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല. നമ്മൾ ചെറുതായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് എവിടം വരെ എത്തുന്നൊന്നും അറിയില്ല. കഴിയുന്നതും ആളുകളെ അറിയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വാട്സപ്പ് വഴി അറിയിക്കുക. പിന്നെ ആരെയും ഫോഴ്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട് അവർ സ്നേഹത്തോടെ മേടിക്കുമ്പോഴാണ് നമ്മളുടെ പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ അവരുടെ വീട്ടിൽ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷമാണ് മെയിൻ എന്ന് പറയണത്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലൂടെ പിന്നീട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇപ്പട്ടം കണ്ടപ്പോൾ അതിനോട് വലിയൊരു ആഗ്രഹം തോന്നി. ആദ്യമായിട്ട് ഞാൻ മെഷർമെൻറ്റ് വരച്ച് ഞാൻ ചെയ്തതാണ്. പക്ഷെ ആ മെഷർമെൻറ്റിൽ കുറേ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന തുണികൾ ഏതാണ് ഇതൊന്നും എനിക്കത്ര ധാരണയില്ലായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തെടുത്തു. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇത് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്ത് എൻ്റെ കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ അളവനുസരിച്ചിട്ടുള്ളതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് ഞാൻ യൂട്യൂബ് വഴി ഒരു ചേച്ചിയുമായിട്ട് കോണ്ടാക്റ്റ് ആവുന്നത്. അപ്പോൾ ചേച്ചി ഫ്രെയിമോട് കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞു, എല്ലാം വരച്ച് കറക്റ്റായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ റെഡിമെയ്ഡ് നെറ്റിപ്പട്ടം എന്നുള്ള രീതിയിൽ, അതായത് ചിലവർക്ക് ഇത് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും അത് ചെയ്യാൻ അറിയാത്തവർക്കും വേണ്ടി ചേച്ചി റെഡിമെയ്ഡായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ഒട്ടിച്ച് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത് മാത്രമല്ല, ഇനി ഒട്ടിച്ചെടുക്കുന്നത് അറിയില്ലെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാണ് അവിടെ. അപ്പോൾ എല്ലാ വശങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ഇതിൽ എല്ലാം ചേച്ചി വരച്ച് വെച്ചിട്ടുണ്ട്, എവിടെ എന്തൊക്കെ വെക്കണം എന്നുള്ള ആകൃതികളും കറക്റ്റും എല്ലാം അതിൽ തന്നെ നമുക്ക് നോക്കി നോക്കി വയ്ക്കാവുന്നതാണ്. പക്ഷേ ഇത് എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ നൂല് കെട്ടിയെടുക്കുന്നതാണ് ഏറ്റവും മെനക്കെട്ട ഒരു പരിപാടി എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇത് മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, ഈ നൂല് എങ്ങനെയാണ് കിട്ടുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇതിനു വേണ്ടി ഏതൊക്കെ പശകൾ യൂസ് ചെയ്യാം. ഇപ്പം ഫെവി ബോണ്ടാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ചില സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യത്തെ ഉണ്ടാക്കിയപ്പോൾ എല്ലാം ചില സമയത്ത് ഇളകിപ്പോന്നിട്ടുണ്ട്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം മുത്ത് അങ്ങനെ നിൽക്കത്തക്കതിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശ ഏതാണ്, ഇതൊക്കെ ഞാൻ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു. അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തി, പഠിച്ചു വെച്ചു, എഴുതി വെച്ചു, മറന്നു പോകാതിരിക്കാൻ എഴുതി വെച്ചു. പിന്നെ ഈ സൈഡിലുള്ള നൂല് വൂളൻ എങ്ങനെ കെട്ടുന്നു, അത് 2 രീതിയിൽ കെട്ടാം. ആ 2 രീതിയിലുള്ള കെട്ടും ഞാൻ പഠിച്ചെടുത്തു. പിന്നീട് എൻ്റേതായ ഒരു ക്രിയേഷനിലായിരുന്നു ഞാൻ പിന്നീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നമ്മൾക്ക് ഓരോരുത്തർ ചെയ്ത് വരുമ്പോഴുള്ള നമ്മൾ കാണുമ്പോൾ നമ്മളായിരിക്കും അയ്യോ എന്തൊരു ഈസിയാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മെനക്കെട്ട പരിപാടിയാണ്. അതിന് വേണ്ടി മെനക്കെടണം, അത്രയും സമയം പോവും. പക്ഷേ ഇത് എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ കൈവയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളുടെ ടൈം അതിന് വേണ്ടി കൊടുക്കണം, നമ്മളുടെ മനസ്സിന് സന്തോഷത്തോടു കൂടെ വേണം ഇത് ചെയ്യാൻ.
കാരണം നെറ്റിപ്പട്ടം എന്നൊക്കെ പറയുന്ന നമ്മളുടെ ആനയുടെ മുഖത്ത് ഇടുന്ന ഒരു സംഭവത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. അതായത് പണ്ടൊക്കെ ടെമ്പിളുകളിൽ ആനയുടെ നെറ്റിയിലാണ് ഇത് കാണുന്നത്, നെറ്റിപ്പട്ടം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പിന്നീട് അത് ഹോം ഡെക്കറേഷനായി മാറി. അപ്പോൾ അന്ന് ആനയ്ക്ക് വേണ്ടി ചെയ്യുന്ന നെറ്റിപ്പട്ടത്തിന് ഓരോ റൂൾസ് ഉണ്ട്, ഓരോന്നിനും ഓരോ പേരുണ്ട്, ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. ഇപ്പം അതൊക്കെ മാറി ഹോം ഡെക്കറേഷനായി മാറിയപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചായി. എന്നാലും അതിൻ്റെ ഒരു കുറേ റൂളിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ചിലവരൊക്കെ അതിനെ മാറ്റിപ്പിടിച്ച് പല രീതിയിലും ഫോട്ടോസൊക്കെ വെച്ച് പല രീതിയിലും ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഇത് ആനയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലല്ലോ, വീട്ടിലെ ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മുടെ കേരള ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നെറ്റിപ്പട്ടം, കഥകളിയുടെ ഇത് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പൊതുവെ കേരളത്തിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്ന വള്ളത്തിൻ്റെ ഫോട്ടോസുകൾ, ഇതൊക്കെയാണ് നമ്മൾ വീടുകളിൽ വരുമ്പോഴാണ് കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ ആ ഇത് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഭയങ്കര, നമ്മളൊരു മലയാളി എന്ന നിലയിൽ നമുക്ക് ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. പിന്നെ ടെമ്പിളുകളിലൊക്കെ ഇത് അലങ്കരിച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ. അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും എനിക്ക് ആഗ്രഹം വന്നത്. അങ്ങനെ ഓരോന്നായിട്ട് ഇത് എന്താണ്, ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്, ഈ പേരുകൾ എന്താണ്, ഇതൊക്കെ ഞാൻ എഴുതി വെച്ച് ഓരോന്നിനെക്കുറിച്ചിട്ടും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിൽ മുകളിൽ ചെയ്യുന്ന ഈ കാർഡ്ബോർഡ് പോലെ കാണുന്നത്, അവിടെ എന്തൊക്കെ മാറ്റം വരുത്താം, അങ്ങനെ കുറേ നെറ്റിപ്പട്ടങ്ങളുടെ ഫോട്ടോസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ആ ഫോട്ടോസ് നോക്കി, അതിൽ മെഷർമെൻ്റ് ഒക്കെ നോക്കി, അതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അളവ് നോക്കി, പിന്നെ അതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മുത്തുകളുടെ എണ്ണം നോക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ സ്വയം പഠിച്ചെടുത്ത് ഇപ്പോൾ ശരിക്കും എനിക്ക് ഇതിനെപ്പറ്റി ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇപ്പോൾ സ്പീഡുമായി. കാരണം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ആദ്യം എനിക്ക് ഇതിൻ്റെ ഫ്രെയിം കട്ട് ചെയ്യാനുള്ള മെഷർമെൻറ്റ് ശരിയല്ല. അങ്ങനെ ഞാൻ ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കട്ട് ചെയ്ത് 1 ഫീറ്റ്, 1.5 ഫീറ്റ്, 2 ഫീറ്റ്, 2.5, 3.5 ഫീറ്റ്, പിന്നെ 4, 5, 6, 7 ഇത്രയുമുണ്ട്. ഞാനിപ്പോൾ 3.5 വരെയുള്ള മെഷർമെൻറ്റ് പിന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ ഞാൻ അത് റെഡിയാക്കി. കാരണം എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് എടുക്കണ്ട, അത് വെച്ച് കട്ട് ചെയ്തിങ്ങ് എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് പേപ്പർ തുണി മേടിച്ചിട്ട് അതിൽ കട്ട് ചെയ്ത് അതിന് വേണ്ടിയായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് അളവ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേറെ തുണിയിൽ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ശരിക്കും ക്ലിയറായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം, നമുക്ക് അറിഞ്ഞിരിക്കണം അത് എന്താണ്. പിന്നീടാണ് നമ്മൾ അത് അറിഞ്ഞതിന് ശേഷം നമുക്കതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും. ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മാറ്റം പിടിച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഒന്ന് ചെറുതായിട്ട് മാറ്റുക. അങ്ങനെ ഇതിന് നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഈ അകത്ത് കാണുന്ന ഗോൾഡ് കളറിലുള്ള ഷേപ്പ് എന്ന് പറയുന്നത് പല രീതിയിലും ആളുകൾ ചെയ്യുന്നുണ്ട്. പല രീതിയിലിപ്പം ഹോം ഡെക്കറേഷൻ ആയതിനു ശേഷം ഇത് പലരുടെയും ക്രിയേഷൻ, നല്ല നല്ല ഐഡിയാസൊക്കെ പുറത്ത് വരുന്നുണ്ട്, പല മോഡലുകൾ വരുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ അകത്ത് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഇതൊന്നും വെക്കാതെ ഈ ഫ്രെയിമിൻ്റെ അകത്ത് ഫോട്ടോസുകൾ ചെയ്താൽ എങ്ങനെയായിരിക്കും, അങ്ങനെയും വരുന്നുണ്ട്. മുരാൽ പെയിൻറ്റിങ് ചെയ്തവരുടെ ആ ഒരു ക്യാൻവാസ് ഫുൾ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഗോൾഡിൻ്റെ അകത്ത് ഈ ഗോൾഡിന് പകരം ക്യാൻവാസ് പേപ്പർ വെച്ച് ഒട്ടിച്ച് അതിൽ വരച്ചെടുക്കാം. അത് വരച്ചെടുത്ത് കൃഷ്ണൻ്റെയോ ഗണപതിയുടെയോ ശിവൻ്റെയോ ഒക്കെ ഫോട്ടോ വരച്ചെടുത്ത് പെയിൻറ്റ് ചെയ്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ ഓരോരോ ഐഡിയാസുകൾ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയത്. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം. നമ്മൾ അതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഇതിലേക്ക് നമ്മൾ ആ ഒരു ഇതിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളൊരു കാര്യം ചെയ്തു, അത് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു മനസ്സിനുള്ളൊരു സന്തോഷമുണ്ടല്ലോ. ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പൊതുവെ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഇത്രയും സന്തോഷം എനിക്ക് ഇതിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഓരോ മുത്തും ഞാൻ ഒട്ടിച്ചെടുക്കുമ്പോൾ എത്ര പേഷ്യൻ്റായിട്ട് ക്ഷമയോടുകൂടെ ഞാൻ അത് ചെയ്ത് വരുമ്പോൾ എനിക്ക് നല്ലൊരു ക്ഷമ, എന്താ പറയുക,
അത്രത്തോളം ക്ഷമ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് മാറിയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും ഓരോ നേരം, അതായത് ഓരോരോ സെക്കൻഡുകളാണ്, മിനിറ്റുകളും സെക്കൻഡും ഒക്കെ പതുക്കെയാണ് ഇത് ചെയ്തു വരുന്നത്. പെട്ടെന്നെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇത് പശയിൽ ഒട്ടാതെ പിന്നീട് നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ ഇത് ഇളകിപ്പോവും. അപ്പോൾ നല്ല പശയൊക്കെ ഇട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. പിന്നീട് ഇതിൻ്റെ ത്രെഡിൻ്റെ കാര്യമാണ് മെയിനുള്ളത്. ത്രെഡ് എന്ന് പറയുന്നത് വൂളൻ എല്ലാവർക്കും അറിയാം. നോർത്ത് ഇന്ത്യൻസിൽ കൂടുതലും ഈ ത്രെഡ് ഉപയോഗിച്ചാണ് സെറ്ററുകളും പിന്നീടുള്ള ഡെക്കറേഷൻ, ഹോം ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത്. അത് കുറേ കാലം എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് പലതരം വൂളൻ വാങ്ങി ഞാൻ ഒരുപാട് എൻ്റെ കൈവച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ അതെല്ലാം മറന്നുപോയി. കാരണം നമ്മൾ ഒരു കാര്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിങ്ങനെ മറന്നു പോവാതിരിക്കുക. നമ്മളത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറന്നു പോവും. വീണ്ടും നമ്മൾ അതിലേക്ക് വന്ന് കുറച്ച് ദിവസം ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് പ്രാക്ടീസ് ആവുമ്പോൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ സൂചിയും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് വൂളൻ്റെ. അപ്പോൾ ഈ വൂളൻ എന്ന് പറയുന്ന ഈ ത്രെഡ് എനിക്ക് എപ്പോഴും പരിചയമുള്ളൊരു സംഭവമാണ്. കാരണം ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള പല കളറുകൾ. അപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യ ആ ഭാഗത്ത് എയർഫോഴ്സിലുണ്ടായിരുന്ന സമയത്ത്, ഇതിൻ്റെ ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് വൂളനൊക്കെ നല്ല നല്ല അടിപൊളി വൂളൻസ് കിട്ടും. ഒരുപാട് കെട്ടടി ഇപ്പൊക്കെ എല്ലാത്തിനും ക്രാഫ്റ്റിനൊക്കെ ഒരുപാട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടെ ഇതിനൊക്കെ ഒരു പീസിനൊക്കെ ഭയങ്കര വിലയായി, ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡായി തുടങ്ങി. പണ്ട് കിട്ടുന്ന അത്ര ഈ കെട്ടോടുകൂടിയൊന്നും ഇപ്പം ആ വിലയ്ക്കൊന്നും കിട്ടുന്നില്ല. ഇപ്പം ഒരു ചെറിയ ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ നെറ്റിപ്പട്ടത്തിന് കൂടുതലായി ഉപയോഗിക്കുന്ന നൂല് ത്രെഡ് നൂല്, വൂളൻ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾക്കുണ്ട്, പലതരം ത്രെഡുകളുണ്ട്. അപ്പോൾ ത്രെഡുകളെക്കുറിച്ച് പഠിക്കാൻ തന്നെയാണെങ്കിൽ ഒരുപാടുണ്ട്. പല ത്രെഡുകളെക്കുറിച്ചിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഈ വൂളൻ തന്നെ പല സൈസിലുണ്ട്. ചെറിയ മെലിഞ്ഞ ടൈപ്പുണ്ട്, കുറച്ച് കട്ടിയുള്ളതുണ്ട്, പിന്നെ മിക്സഡ് കളറുണ്ട്. അങ്ങനെ ഇപ്പോൾ ആമസോണിലൊക്കെ ഇതിൻ്റെ പല വെറൈറ്റികൾ കിട്ടുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ, വളരെ മനോഹരമായിട്ടുണ്ടാവും ഇത് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെറ്റിപ്പട്ടത്തിന് ഭംഗി കൊടുക്കുന്നത് ഈ ത്രെഡ്, വൂളൻ ത്രെഡ് തന്നെയാണ്. അതിൻ്റെ പല കളർ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കഴിയുന്ന നെറ്റിപ്പട്ട ഇടും ഈ ഒരു സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് കളറിനേക്കാൾ കൂടുതൽ ഈ മിക്സഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഡാർക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. ഡാർക്ക് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എല്ലാ കളറുകളും ഇതിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ സൈഡുകൾ ഒട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബോർഡറാണ് ഞാൻ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുത്തുകളൊന്നും ഒട്ടിക്കാതെയാണ് ചേച്ചി കൊടുത്തു വിട്ടത്. അപ്പോൾ അവിടെ മുത്തുകൾ ഒട്ടിക്കുന്ന ഒരിതാണ്. ഇതിന് ശേഷം എനിക്ക് തോന്നി, ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെഷർമെൻറ്റ് പഠിച്ചു. മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് പഠിച്ചു. ഇതിന് വേണ്ടി മേടിക്കുന്ന ക്ലോത്തുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചു. പിന്നെ അത് ഇതിന് കൊടുക്കുന്ന മുത്തുകൾ ഏത് ഷോപ്പിൽ നിന്നാണ് കിട്ടുന്നത്. ഇതിന് ഈ മുത്തുകൾ മെറ്റീരിയൽ കൊടുക്കുന്ന തൃശ്ശൂർ 4-5 ഷോപ്പുകളുണ്ട്, പാലക്കാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഉള്ള ഷോപ്പുകൾ നല്ല വില കുറവായിട്ട് അവർ ഹോൾസെയിലായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇപ്പം അവരുമായിട്ട് നല്ലൊരു കൂട്ടായി. ഇനി എനിക്ക് അവരോട് പറയുമ്പോൾ തന്നെ അവർ എനിക്ക് എന്തൊക്കെ വേണോ അത് വാട്സപ്പ് വഴി പറയും. അവർ കൃത്യസമയത്ത് അവരെനിക്ക് എത്തിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഓരോ മുത്തും നമ്മൾ ഒട്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ജോലി തന്നെയാണ്. അതൊന്നും ഒരു ദിവസം കൊണ്ട് തീരുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം നമ്മൾ അതിനു വേണ്ടി മാത്രമായിട്ട് മെനക്കെടുന്നതാണെങ്കിൽ ഓക്കെ, പക്ഷെ അതല്ലല്ലോ കാര്യം. പിന്നെ ഒരേ ഇരിക്കുമ്പോൾ നടുവേദന, കാലുവേദന, കൈവേദന ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വരും. അപ്പോൾ ഒരുവിധമുള്ള ഈ മുകളിലും സൈഡിലും ചന്ദ്രക്കലയുടെ അവിടെയൊക്കെ ഞാൻ മുത്ത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ആ റൗണ്ടിങ്ങിൽ ഞാൻ അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ മുത്തും. ഈ പശ അതേപോലെ കയ്യിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുത്തിൻ്റെ മുകളിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഗോൾഡൻ്റെ ഇതെന്ന് വെച്ചാൽ ഇത് കവറിങ് ഗോൾഡാണ്. അപ്പം പശയൊക്കെ മുകളിലായി നമ്മൾ പശ പറിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഗോൾഡൻ്റെ ഇത് ചില മുത്തുകളിൽ നിന്ന് ഇളകി പിന്നെ അത് സിൽവറായി മാറുന്നുണ്ട്. അത് ഞാൻ കണ്ടൊരു സംഭവമാണ്. അപ്പം കഴിയുന്ന നമ്മളെ കയ്യിൽ പശ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ മുത്തും ഇതുപോലെ റൗണ്ട് കണ്ട ഇതുപോലെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പശ അതിലാവും. പിന്നെ ആ പശ ഇളക്കാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ
അത് ഇളകി വരുമ്പോൾ അത് വേറെ കളറാണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു കോട്ടിങ് കൊടുക്കുന്നതാണ്, ഗോൾഡ് കോട്ടിങ് കൊടുക്കുന്നതാണ് ആ ബോൾസിൻ്റെ മുകളിൽ. അത് നമ്മളത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്കത് സംഭവം മനസ്സിലാവും ശരിക്കും ഇതിൻ്റെ അകത്ത് എന്താണ്. ചിലയിടത്ത് എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ എന്തോ കോട്ടിങ് ചെയ്തെടുക്കുന്നതാണ്, ഗോൾഡ് കോട്ടിങ് ചെയ്തെടുക്കുന്നതാണ്. ഇതെവിടെ നിന്നാണ് ചെയ്യുന്നതെന്നൊക്കെ ഇനിയും എനിക്ക് അറിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഫാക്ടറികളൊക്കെ എവിടെയാണെന്നൊന്നും അറിയില്ല. തൃശ്ശൂരായിരിക്കും, തൃശ്ശൂരാണല്ലോ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ബീഡ്സൊക്കെ ഇപ്പം കുറേ ഹാഫ് ബീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കളറിൽ വരുന്നുണ്ട്, മുത്ത് പേളായിട്ട് വരുന്നുണ്ട്. ഇപ്പം ക്രാഫ്റ്റിന് വേണ്ടി ഒരുപാട് സാധനങ്ങൾ നോക്കുമ്പോഴാണ് നമ്മൾ ഷോക്കായി പോകും. കാരണം അത്രയ്ക്കും സാധനങ്ങൾ ഇപ്പോൾ ഇതാ ഈ റൗണ്ടിങ് ഞാൻ എല്ലായിടത്തും ചെയ്തു. ഈ ഫുള്ള് ചുറ്റിലെല്ലാം ചെയ്തു. അതേമാതിരി ഈ ഒരു സൈഡിൽ റൗണ്ടിങ് ചെയ്തു. ഇനി അപ്പുറത്തെ റൗണ്ടിങ് കൂടെ കഴിഞ്ഞ് ഈ ഇവിടെ 4 സൈഡിൽ ഞാൻ ബോർഡർ കൊടുത്തു. ബോർഡർ കൊടുത്തു. അതിനുശേഷം ചുറ്റും ഇനി ഇതിനെ ചുറ്റിയാണ് ചെറിയ മുത്തെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ മുത്തൊക്കെ ഒട്ടിച്ചെടുത്ത് നമ്മളെ നെറ്റിപ്പട്ടം കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇനി എന്താ പറയേണ്ടത്, എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ച നിമിഷം എന്ന് പറയുന്നത് ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ്. അത്രയ്ക്കും മനോഹരമായിട്ട് ഇതെനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നെറ്റിപ്പട്ടം വേണ്ടവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കാൻ നെറ്റിപ്പട്ടം ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. പല സൈസിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കേ.